4 വർഷം മുമ്പാണ് കൊല്ലം തീരമേഖലയിൽ നിന്നുള്ള 248 കുടുംബങ്ങളെ പരവൂർ പൂക്കുളത്തെ സുനാമി ഫ്ളാറ്റുകളിലേക്ക് മാറ്റിയത്. ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിൽ അപാകതയുള്ളതായി അന്നേ ആരോപണമുയർന്നിരുന്നു. എന്നാൽ 4 വർഷം കഴിയും മുമ്പ് തന്നെ പല റൂമുകളുടെയും ഭിത്തികൾ തകർന്നു തുടങ്ങി. സെപ്റ്റിക് ടാങ്കുകൾ പലതും പൊട്ടി മാലിന്യങ്ങൾ പരന്നൊഴുകുകയാണ്. 248 ഫ്ലാറ്റിനകത്ത് ഈ ഒട്ട് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നാശമായിട്ട് കിടക്കുകയാണ്. കാരണം കക്കൂസാണ് പൊട്ടി അളിഞ്ഞു കിടക്കുവാണ്. പിള്ളേരാണ് ഓടിച്ചാടി കളിച്ചിട്ട് അതേ ചവിട്ടാണ് വീട്ടിൽ വരുന്നതും അസുഖങ്ങൾ കൊണ്ടുവരുന്നതും മറ്റുള്ള കാര്യങ്ങളെല്ലാം. സെപ്റ്റിക് ടാങ്കുകൾ പൊട്ടി മാലിന്യം പുറത്തേക്കൊഴുകുന്നതിനാൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവിടത്തുകാർ നേരിടുന്നത്. കുരുന്നുകൾക്കടക്കം ത്വക്ക് രോഗങ്ങൾ ബാധിച്ചിരിക്കുന്നു. 20 പേരാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സ തേടിയത്. എത്ര പേര് ആശുപത്രിയിലായെന്നറിയോ? ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ 8 പേര് ആശുപത്രി പോയത്. അങ്ങനെ ഓരോ ഫ്ലാറ്റിൽ നിന്നും 2-3 പേര് ഇത് ആശുപത്രി പോകുന്നുണ്ട്. മഞ്ഞപ്പിത്തവും ന്യൂമോണിയ അങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം ആയിട്ട് ഇപ്പോഴും 10-15-20 പേര് ആശുപത്രി കിടപ്പുണ്ട്. 248 കുടുംബങ്ങൾക്കായി ഒരു കുഴൽക്കിണറാണുള്ളത്. കോളിഫോം ബാക്ടീരിയകളുടെ അളവ് വൻതോതിലുള്ളതിനാൽ ഈ വെള്ളം ഉപയോഗിക്കാൻ പാടില്ലെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ കുടിവെള്ളത്തിനായി മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് ഇവർ ഈ വെള്ളം തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. പരാതിയുമായി പരവൂർ നഗരസഭയെ സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. പ്രശ്നത്തിൽ സർക്കാർ ഇടപെടുന്നില്ലെങ്കിൽ തങ്ങൾ ഫ്ളാറ്റ് ഉപേക്ഷിച്ച് സ്വന്തം ഭൂമിയിലേക്ക് മടങ്ങുമെന്നും ഇവർ പറയുന്നു. PL കിരൺ, മീഡിയ 1, കൊല്ലം.